Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിച്ചോറ്. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഇത് നമ്മുടെ സാധാരണ നാടൻ കറികളാണ് ഇതിൻ്റെ അകത്ത് ഈ ചട്ടിയിൽ വിളമ്പി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ചട്ടിയിലാണ് ഈ ചോറ് വിളമ്പി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ ചൂടോട് കൂടി ചട്ടിയിലൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ ഞാൻ ചെയ്യാൻ പോകുന്നത് പയർ മെഴുക്കുവരട്ടിയാണ്. പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പയർ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തതാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. അപ്പം നമ്മൾ ഇപ്പോഴും ആദ്യം തൊട്ടെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി കൂടിപ്പോകും. കുറച്ച് ഉപ്പ്, അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. പയർ വേവിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. മീൻ കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അയലയാണ്. 2 അയല നമ്മൾ കറി വെക്കാൻ എത്രയോ വലുപ്പം വേണമെന്ന് വെച്ചാൽ ആ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വറുത്തരയ്ക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉള്ളി, വറ്റൽമുളക്, മല്ലി, ഉലുവ, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിച്ചോറ് മീൻ വെച്ചിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. വെജിറ്റബിൾ കറി മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ ഈ മല്ലിയും മുളകൊക്കെ മൂത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ്. വെള്ളം ഒഴിക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. മീനിന് ഞാൻ ചേർക്കുന്നത് കുടംപുളിയാണ്. അത് ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിരുന്നതാണ്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഞാൻ ആ മീൻ കറിയുടെ അരപ്പ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായി നോക്കാം. അത് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കരുത്, ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് വീണ്ടും മൂടി വെക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് വെച്ചാൽ മതി. മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി നോക്കാം. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടെ തിളപ്പിക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ തന്നെ അടച്ചിട്ട് മാറ്റി വെക്കാം. വറക്കാൻ വേണ്ടിയിട്ട് ചാളയാണ് എടുത്തിരിക്കുന്നത്. മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടെ ഇടികല്ലിലോട്ടിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇത് ഇങ്ങനെ തന്നെ ഇടിക്കണം എന്നൊന്നുമില്ല. മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. മിക്സിയിലാകുമ്പോൾ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു അടിപൊളി മസാല കേട്ടോ. ഇത് മുലേൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മസാലയാണിത്. എൻ്റെ വീട്ടിൽ മീൻ വറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടിയും കുരുമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ. അത്രയേ ഉള്ളൂ. പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. കുറച്ച് മഞ്ഞൾപ്പൊടി. നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഒരുപാട് ഇട്ടല്ലോ ഒന്നും അല്ലേ. ഇവിടെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമ്മൾ ഇച്ചിരി അധികം ഇട്ടാലേ അതിന് കളർ വരത്തുള്ളൂ. അതുപോലെ മുളക് പൊടിയും ഞാൻ പൊടിപ്പിച്ചത് തന്നെയാണ്. ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, അതിനുശേഷം മീനിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. മീനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മീൻ വറക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇടുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റാണ് അതിന്. അതുപോലെ മീൻ പുരട്ടി വെക്കുമ്പോൾ നമ്മൾ എല്ലാ കറികളും ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റല്ലേ നമ്മൾ മീൻ വറുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ മസാല നന്നായിട്ട് പിടിക്കും. ഇനി ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് മോര് കാച്ചെടുക്കാം. അപ്പോൾ മോര് കാച്ചുന്നതിന് തേങ്ങ ആവശ്യമില്ല. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറി കേട്ടോ.
അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം കറി ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കറി ഉണ്ടല്ലോ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഇതുപോലെ മിക്സിയിൽ വിപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. അത് കറക്റ്റാണ്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ, ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അരിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാം. ഇത് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടായാൽ മാത്രം മതി. ഇത് ചൂടായിട്ടുണ്ട്. സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊമളകൾ വരുന്നുണ്ട്. ഓഫ് ചെയ്യാം. അത്രയും മതി. തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കുറച്ച് ചമ്മന്തി അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വറ്റൽമുളക് ചുട്ടെടുത്തത്, ഉപ്പ്, കുറച്ച് പുളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് കല്ലേലാട്ടോ അരച്ചെടുക്കുന്നത്. കല്ലേൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കല്ലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അധികം വെള്ളമില്ലാണ്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഓംലെറ്റ് വേണം. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പ്, 2 തുള്ളി വെള്ളം. ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതുണ്ടാക്കിയെടുക്കാം. ഞാനൊരു തവയാണ് വെച്ചിരിക്കുന്നത്. ഈ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറക്കണേണ്. ഇതായിട്ടുണ്ട്. മാറ്റാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ളിയും മുളകൊന്നും ചതച്ചിട്ടിട്ടില്ല. അതാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യമേ 2-3 കൊണ്ടാട്ടമുളക് വറുത്തെടുക്കണേണ്. കൊണ്ടാട്ടമുളക് മൂത്തിട്ടുണ്ട്. അതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പയർ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും മുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അല്ലെങ്കിൽ അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്തൊക്കെ കറികൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. മീൻകറി, മോര് കാച്ചിയത്, അച്ചിങ്ങ മെഴുക്ക് വരട്ടി, മീൻ വറുത്തത്, മുട്ട വറുത്തത്, കൊണ്ടാട്ടം വറുത്തത്, ചമ്മന്തി, മുളക് ചുട്ട ചമ്മന്തി, 2 പപ്പടം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കനലിൽ വെച്ച് ചുട്ടെടുത്തതാണ്. ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സൈഡിൽ ഞാൻ മീൻകറിയാണ് ഒഴിക്കുന്നത്. ഒരു സൈഡിൽ മോരുകറി. ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലേക്ക് പയർ മെഴുക്ക് വരട്ടി, മുട്ട വറുത്തത്,
ചമ്മന്തി, മീൻ വറുത്തത്, അച്ചാറ്, ഇത് നാരങ്ങ അച്ചാറാണ്, 2 കൊണ്ടാട്ട മുളക്, പപ്പടം. അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ ഞാൻ എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കഞ്ഞിവെള്ളമാണ്. നല്ല ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം. നല്ല ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണിത് അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.